ശൈഖുനാ സുൽത്താനുൽ ഉലമ, കാലം കണ്ട മുജദ്ദിദ്, ഈ കാലഘട്ടത്തിന് അല്ലാഹു കനിഞ്ഞരുളിയ വരദാനം. 85 വയസ്സ് പിന്നിട്ടിട്ടും ഇന്നും യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ലോകതലത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ മഹാനവർകൾ തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ മനസാന്തരങ്ങളിൽ അങ്കുരിച്ച ചിന്തകൾ വലിയ വിജ്ഞാന വിപ്ലവമാക്കി മാറ്റിയപ്പോ നോളജ് സിറ്റിയും മർക്കസു സഖാഫത്തി സുന്നി അടക്കമുള്ള ഉന്നതമായ സ്ഥാപനങ്ങൾ, നമ്മുടെ സംരംഭങ്ങളൊക്കെ ഉണ്ടായത് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ശ്രമഫലമായിട്ടാണ്. ഒരു കാലത്ത് ഇവിടെയുള്ള ഭൗതികന്മാർക്ക് പിന്നാലെ ഓച്ചാനിച്ച് നിൽക്കേണ്ടിയിരുന്ന പണ്ഡിതന്മാർക്ക് സ്വന്തമായിട്ട് അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തത് ശൈഖുനാ സുൽത്താനുൽ ഉലമയാണ്. സമസ്തയുടെ ആദ്യകാലങ്ങളിൽ അതിന്റെ വാർഷിക യോഗങ്ങളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നെങ്കിൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഉലമാ സമ്മേളനത്തിൽ പോലും ഉമറാക്കൾക്ക് ആധിപത്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മതം പഠിക്കാത്ത, ധാർമ്മികതയില്ലാത്ത ഭൗതികന്മാരായ രാഷ്ട്രീയക്കാരും ഇവിടെയുള്ള ഭൗതികന്മാരും അത്തരം ആളുകൾ ഉലമാക്കൾക്ക് വഴി നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് നവോത്ഥാന വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 985 ഫെബ്രുവരിയിൽ കോഴിക്കോട് കടപ്പുറത്തെ ജനസാഗരമാക്കി നടന്ന സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദാണ് സ്വാഗതം പറഞ്ഞത്. മഹാനായ താജുൽ ഉലമ ഉള്ളാളം തങ്ങളാണ് അധ്യക്ഷത വഹിച്ചത്. റഈസുൽ മുഹഖിഖീൻ കണ്യത്ത് ഉസ്താദ് അവർകളാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. സമസ്തയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഇ കെ ഉസ്താദാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട കെ അബൂബക്കർ ഹസ്രത്തിനെ പോലുള്ള, കോട്ടുമല ഉസ്താദിനെ പോലുള്ള, KT മാനു മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണെന്ന് സമസ്തയുടെ നയപ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ ഉലമാക്കളാണ് ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത്. ഉലമാക്കളുടെ പിന്നിൽ ഉമറാക്കൾ അണിനിരന്ന് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകിയിട്ട് ഒന്നിച്ച് ഈ ഉമ്മത്തിന് നേതൃത്വം നൽകണമെന്ന പ്രഖ്യാപനം നടത്തുകയും ഈ ഉമ്മത്തിന് ഇസ്സത്ത് ഉണ്ടാക്കി തരികയും ചെയ്ത ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. സമസ്തയുടെ ആലിമീങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദിനെ പോലുള്ള, ബദ്റുസ് സാദാത്ത് ഖലീൽ തങ്ങളെ പോലുള്ള, അമീനുശ് ശരിയ സയ്യിദ് അലി ബാഫഖി തങ്ങളെ പോലുള്ള, ഖുദ്വത്തുസ് സാദാത്ത് കുമ്പോൾ തങ്ങളെ പോലുള്ള, മുഹയ്യിസുന്ന പന്മള ഉസ്താദിനെ പോലുള്ള, സിറാജുൽ ഉലമ ഹൈദറോസ് ഉസ്താദിനെ പോലുള്ള, ശൈഖുനാ പേരുടെ ഉസ്താദിനെ പോലുള്ള സമുന്നതരായ സമസ്തയുടെ ഭാരവാഹികളും 40 മുഷാവറ അംഗങ്ങളും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുമ്പോ ഒരു നിരാശ വേണ്ട, നമുക്കൊരു ആശങ്ക വേണ്ട. അവരുടെ പിന്നിൽ അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ യൂണിറ്റുകളിൽ SSF നമ്മൾ ശക്തിപ്പെടുത്തണം, SYS ശക്തിപ്പെടുത്തണം, മുസ്ലിം ജമാഅത്ത് ശക്തിപ്പെടുത്തണം. നമ്മുടെ ഈമാനിനെ കാർന്നു തിന്നുന്ന സലഫിസത്തിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ, ഇസ്ലാം മതം തീവ്രവാദമാണ്, ഭീകരവാദമാണ് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഈ സലഫിസത്തിന്റെ ഷർറിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് ശക്തമായ മുന്നേറ്റം നടത്തണം. നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മൾ സഹായിക്കണം.